ഏപ്പാ എന്തോ നിനക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? പ്രമീത്തെ. അയ്യോടാ. അങ്ങനെ ഇന്ന് അവനാ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അയ്യപ്പൻ ചേട്ടാ, ഇന്ന് നമ്മൾ ഏത് പാട്ടാണ് ഇശൽ സ്മരണ റൗണ്ടിൽ നമുക്ക് 3 ഗായകരാണുള്ളത് അല്ലേ തെരഞ്ഞെടുക്കാനായിട്ട്? അപ്പൊ ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? പീർ മുഹമ്മദ് സാറിന്റെ പാട്ടാണ് പാടുന്നത്. പീർക്കയുടെ പാട്ടാണ്. ശരി, അപ്പൊ ഏത് പാട്ടാണ് പീർക്കയുടെ? ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സോങ് ആണ് പാടുന്നത്. തടകി മണത്തെ സമയത്തിൽ എന്നുള്ള പാട്ട്. ഓ, നല്ല ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ്, നല്ല അടിപൊളി സോങ് ആണ്. നന്നായിട്ട് പാടോ ഏപ്പാ? ഓക്കെ ഓക്കെ അല്ലേ? നീ സെറ്റാണ്. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസ്സുള്ളി തരസിതമൊക്കെ മധുരത്തി കുസുരുൾ ജമാല അവളുടെ തരമതൊക്കെ മറന്നിടും എനതുടെ ഹാര. കടുകവെ ഹക്കായുടയോനെ ഒടുവിലൊരിക്കൽ അവളിന്ന് കസുതൊരുമിക്ക വിധിയെങ്കിൽ നമയമി പാർത്തോ ഒരുവരും കനിയവളൊപ്പം മണയാമ കരുതി നീ കാത്തോ. മടവീവൾക്കുൾ കിടത്തവും വരിവു നടത്തി തീനി മനം മതമി മടം മടക്കിത്തായി എനരഹുമാനെ കരുതിയ മധുരകമുട്ടോടടുപ്പിക്ക കരുസുബാനേ. തടീരവിപ്പോടൂരത്തവൻ തടിയത് തൊട്ട് മൂടിയോളം കരിവരി തപ്പി ചീരി മൂക്കും മുഖമത് നാട്ടി പിറകവെ തശകിയെടുത്താൽ മണി കാത്ത കരമിയ കൂട്ടി. കരമതിരത്ത് ഊരത്തവൻ ഒരേക്ക് മത്ത് ക്ഷണം ചെയ്യുവാൻ തശകിയെടുത്തി മകൾ സൊന്ന അവൾ നറുമാറ് വിഴിയുടെ കടുശര വെട്ടി പൂറപ്പേട കരിപടനായി. ചുറ്റും കൂളൽ മീമും വരി വരിയൊത്ത് കീടപ്പോലെ തലമുടി കെട്ടി തമ്മിൽ തമ്മിൽ പിണരുവതായി ബഹുദൗ തലമത് വിട്ട് പറന്തവൻ രജു അതിനാലേ. തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസുള്ളിൽ സരസിജമൊട്ടെ മധുരത്തെ കുസുനുൽ ജമാല അവളുടെ തരമതൊക്കെ മറന്നിടും എനതുടെ ഹാല. തടകി മണത്തെ സമയത്തിൽ
തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസ്സുള്ളിൽ കരസിതമൊത്തെ മധുരത്തിൽ കുസുരജമാല അവളുടെ കരമതൊക്കെ മറന്നിടും എനതുടെ ഹാല. അയ്യപ്പ എന്തോ അത്യാവശ്യം നല്ലപോലെ പഠിക്കാനുള്ളൊരു ലിറിക്സ് ഈ പാട്ടിനകത്തുണ്ട്. അതെ, നല്ല ട്രഡീഷണൽ ഒരു പാട്ടായതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം കോർത്തിണക്കി കൃത്യമായി കൊണ്ടുപോവുകയും വേണം. പിന്നെ ഞങ്ങളുടെ കോറസിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? മികച്ചത്. മികച്ചത്. ശരി. അൻവർക്കാ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അയ്യപ്പൻ കുട്ടിയുടെ അയ്യപ്പ. പാട്ട്? എന്തോ അയ്യപ്പൻ്റെ പാട്ട് മികച്ചത്. താങ്ക് യു സർ. നന്നായി പാടി മോനെ. ഇത് പീർക്കാട പാട്ട്. അപ്പോൾ സുന്ദരമായിട്ട് തന്നെ പാടി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഇതിൽ ഏറ്റവും എന്താ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയണത് ഹൈ വരുന്നില്ലേ, പല്ലവി. അത് വളരെ അനായാസമായിട്ടാണ് പാടുന്നത്. വളരെ അത്രയും റേഞ്ചുള്ള സ്ഥലവും ഈ ഒതുക്കി പാടാൻ കഴിയുന്ന ഒരു വലിയൊരു ടാലൻറ്റാണ്. അത് മക്കൾ ഈ പാട്ടിൽ കൃത്യമായിട്ട് തന്നു. പിന്നെ യൂഷ്വൽ സാധാരണ ഇതിൽ നീ പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ ഏതൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ടോ അതുപോലെയൊക്കെ ഇതും വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം അയ്യപ്പ, എന്തോ ഇന്നത്തെ അയ്യപ്പൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലേ ഇതൊക്കെ എനിക്ക് എന്ത് എന്നൊരു ഒരു ഇത്രയും വരികൾ ഭയങ്കര പാടായിരുന്നു പഠിക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഉള്ളിൽ സംഘർഷഭരിതമായിരിക്കാം, അതെ പക്ഷെ പുറമേ കാണുന്നതാണ്. ഇപ്പം നമ്മൾ മനസ്സിലായില്ലേ, അതാണ് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് നീ ആ പാടിയ രീതിയും അത് വളരെ ഈസി ആയിട്ട് ഞാൻ തന്നെ ഇത് ഇത്ര ഈസിയാണോ ഈ പാട്ട്, പക്ഷെ എത്ര ആ ഹൈപ്പിച്ചൊക്കെ വളരെ ഈസിനെസ് അല്ലെ, ലൈക്ക് ഒരു പുഷ്പം പോലെ അങ്ങ് പാടി, എല്ലാം കൃത്യമായിട്ട് പാടി. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആ കോറസ് ടീം അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത കുട്ടികളെ കേട്ടോ.